ഹെൽത്ത് ഇൻഷുറൻസിലെ നേരായ വാർത്ത. കുറഞ്ഞ ചെലവിൽ ഉയർന്ന ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? നല്ല ചോദ്യമല്ലേ? ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ 20 ലക്ഷം രൂപയുടെ കവറേജ് 38 വയസ്സുള്ള ആൾക്ക് വെറും 229 രൂപയ്ക്ക് മാസം ലഭിച്ചാലോ? കൊള്ളാമല്ലേ? അടിപൊളി. ഏതാണ് ഈ പ്ലാൻ? ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 18 വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇൻഷുറൻസ് മേഖലയിലെ എല്ലാവിധ അപ്ഡേറ്റ്സുകൾക്കും പ്രൊഡക്റ്റ് ഇൻഫോർമേഷനുകൾക്കും ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. എന്താണ് ടോപ്പ് അപ്പ്, സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകൾ? ഇവ എടുക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? വാട്ട് ഈസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മെഡിക്കൽ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ കവർ ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ് ടോപ്പ് അപ്പ് ആൻഡ് സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകൾ. പക്ഷേ ഈ പ്ലാൻ ആക്റ്റീവ് ആവുന്നത് ഒരു നിശ്ചിത ത്രെഷോൾഡ് പരിധിക്ക് ശേഷമായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം എമൗണ്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഡിഡക്റ്റബിൾ എമൗണ്ടിന് മുകളിലായാൽ മാത്രമേ ടോപ്പ് അപ്പ് ആൻഡ് സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകളിൽ ക്ലെയിം ലഭിക്കുകയുള്ളൂ. ഡിഡക്റ്റബിൾ എമൗണ്ടിന് താഴെ വരുന്ന ഏതൊരു ക്ലെയിമും നിരസിക്കപ്പെടും. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടുകൂടി നമുക്കിത് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ രാമുവിന് ഒരു ടോപ്പ് അപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്ന് വിചാരിക്കുക. സം ഇൻഷുർഡ് 25 lakh. ഡിഡക്റ്റബിൾ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് 5 lakhs ആണ്. ഇവിടെ രാമു വിചാരിക്കുന്നത് 5 lakhs വരെയുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസസ് രാമുവിന് അഫോർഡബിൾ ആണ്. 5 lakhsന് മുകളിൽ വരുന്ന ഏതൊരു എക്സ്പെൻസും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ലഭിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ രാമുവിന് ഫസ്റ്റ് ക്ലെയിം ആയി ഒരു 3 lakhs rupees വന്നെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 3 ലക്ഷം രൂപ രാമുവിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. ബിക്കോസ് രാമു ഓപ്റ്റ് ചെയ്ത ത്രെഷോൾഡ് 5 lakhs ആണ്. 5 lakhsന് താഴെ വരുന്ന ഒരു ക്ലെയിമും രാമുവിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. സെക്കൻഡ് ഇൻസിഡന്റ്, രാമുവിന് ഒരു 10 lakh rupees ക്ലെയിം വരികയാണെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 5 lakhsന് മുകളിലാണ് ക്ലെയിം എമൗണ്ട്. അതുകൊണ്ട് രാമുവിന് 5 lakhsന് മുകളിൽ വരുന്ന ഏതൊരു എമൗണ്ടും ക്ലെയിം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിശ്ചയിക്കുന്ന ഡിഡക്റ്റബിൾ എമൗണ്ട് ഒരു ബേസ് പോളിസി വഴിയോ അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്നോ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഈ അടുത്തതായി ടോപ്പ് അപ്പ് പ്ലാൻ ആണോ സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാൻ ആണോ നല്ലത് എന്ന് പല കസ്റ്റമേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഈ രണ്ട് പ്ലാനുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് ടോപ്പ് അപ്പ് പ്ലാനും സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ത്രെഷോൾഡ് അഥവാ ഡിഡക്റ്റബിൾ ലിമിറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത് 5 lakhs ആണ്. രണ്ട് പ്ലാനിനും 5 lakhs ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സം ഇൻഷുർഡ് 10 lakhs ഈച്ച്. ഫസ്റ്റ് ക്ലെയിം ഓഫ് ദി ഇയർ 8 ലക്ഷം രൂപ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ട് 3 lakh rupees ആണ് ടോപ്പ് അപ്പ് പ്ലാനിൽ. അതുപോലെ തന്നെ സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാൻ ആണെങ്കിലും 3 ലക്ഷം രൂപയാണ്. ഈ 3 ലക്ഷം രൂപ എങ്ങനെ വന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് ഇവിടെ കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റ് 5 lakhs ആണ്. 5 lakhsന് മുകളിലുള്ള എമൗണ്ട് രണ്ട് പ്ലാനുകളിലും കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ഹിയർ 3 lakhs. അടുത്തത് സെക്കൻഡ് ക്ലെയിം ഒരു 4 ലക്ഷം രൂപ വരുന്ന സാഹചര്യം നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഇതിൽ ടോപ്പ് അപ്പ് പ്ലാനിൽ നമുക്ക് എമൗണ്ട് ഒന്നും ലഭിക്കുന്നതല്ല. കാരണം നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഡിഡക്റ്റബിൾ 5 lakh rupees ആണ്. 5 lakh ഡിഡക്റ്റബിളിന് താഴെയുള്ള ഒരു എമൗണ്ട് നമുക്ക് ടോപ്പ് അപ്പ് പ്ലാനിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. മറിച്ച് നിങ്ങൾ സൂപ്പർ ടോപ്പ് അപ്പ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ 4 lakhs എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് കാരണം സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഡിഡക്റ്റബിൾ എമൗണ്ട് എക്സോസ്റ്റ് ആയാൽ മതി. ബാക്കിയുള്ള എല്ലാ ക്ലെയിമുകൾക്കും നമുക്ക് ക്ലെയിം ലഭിക്കുന്നതാണ്. ടോപ്പ് അപ്പ് സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി ഈ പ്ലാനുകളുടെ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് എഫക്റ്റീവ്. ടോപ്പ് അപ്പ് സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമ്മൾ ഏതൊരു ബേസ് പ്ലാൻ ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇതിന്റെ പ്രീമിയം വളരെ വളരെ കുറവാണ്. സെക്കൻഡ് വൺ, ഉയർന്ന സം ഇൻഷുർഡ്. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ചെലവുകൾ അനുദിനം വർദ്ധിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കവറേജ്, നിങ്ങളുടെ സം ഇൻഷുർഡ് ആനുപാതികമായി ഉയർത്താനുള്ള ഒരു ഉത്തമ മാർഗമാണ് ടോപ്പ് അപ്പ് അഥവാ സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകൾ. ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള കോർപ്പറേറ്റ് ജീവനക്കാർ, മുതിർന്ന പൗരന്മാർ, കുറഞ്ഞ കവറേജ് ഉള്ള പോളിസി ഉടമകൾ, ഈ വിഭാഗക്കാർക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ കവറേജ് ലഭിക്കാനായിട്ടുള്ള ഒരു മാർഗമായി മാത്രം നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ആൻഡ് സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകളെ ആശ്രയിക്കാവുന്നതാണ്.
ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ബേസ് റീറ്റെയിൽ പോളിസി എടുത്തു വെക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു മെഡിക്കൽ സിറ്റുവേഷനെയും അഭിമുഖീകരിക്കുന്നതിന് സഹായകരമാകും. ടോപ്പ് അപ്പ് പ്ലാനുകളെ അപേക്ഷിച്ച് സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകളാണ് ഒരു പോളിസി ഹോൾഡർക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് നൽകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ബേസ് പോളിസി ഉള്ള വ്യക്തിയാണെങ്കിൽ അതാത് കമ്പനിയുടെ സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ടോപ്പ് അപ്പ് ആൻഡ് സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. മറ്റുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളെ പോലെ തന്നെ ടോപ്പ് അപ്പ് ആൻഡ് സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിക്ക് എല്ലാവിധ ടേംസ് ആൻഡ് കണ്ടീഷൻസും വെയിറ്റിംഗ് പീരീഡും ബാധകമാണ്. ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതോ ആണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ. ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് എല്ലാവിധ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായി മനസ്സിലാക്കുക. ടെസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ് സനോജ് ലാൽ.